ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദില നൂറ. അതായത് കേരളത്തിന് തന്നെയല്ല, ഇന്ത്യക്ക് തന്നെ ഭീഷണിയാണ് ആദില നൂറ. കഴിഞ്ഞ ദിവസം ഇവരുടെ ആനിവേഴ്സറി കഴിയുകയാണ്. ഇവർ കല്യാണം കഴിഞ്ഞ് 3 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിന് സെലിബ്രേറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് നമ്മുടെ നാട്ടിലുള്ള നാടൻ പെൺകുട്ടികൾ പറയുകയാണ്, ഞങ്ങൾക്കും ആദില നൂറയെ പോലെ ആവണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ, ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ കാരണം. അതായത് നിലവിൽ SLCയിൽ നിലവിൽ +1 +2 പഠിക്കുന്ന പെൺകുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഇവരുടെ ലൈഫ്, ഇവർക്കും നല്ല രീതിയിൽ, അതായത് ആദില നൂറക്കും നല്ല രീതിയിൽ ചുട്ട മറുപടിയും കൊടുക്കാനുണ്ട്. അതുപോലെ അതിൻ്റെ താഴെ വരുന്ന ഞങ്ങൾക്കും ആദില നൂറയെ പോലെ ആകണമെന്ന് പറയുന്ന എൻ്റെ പൊന്നു സഹോദരിമാർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഒരു കമൻറ്റ് ഞാനിപ്പോൾ വായിച്ചു തരാം. ആദില നൂറയുടെ ലൈവിന് താഴെ വന്ന ഒരു കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കും എൻ്റെ ഫ്രണ്ട് അഷ്ഫാനക്കും നിങ്ങളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെപ്പോലെ ലൈവ് ഇടാനും ഇങ്ങനെ ഡ്രസ്സ് ഇടാനുമൊക്കെ പേടിയാണ്. അതായത് ഞങ്ങൾക്കിങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ്. ഞങ്ങൾ ട്രൈ ചെയ്യും, സപ്പോർട്ട് ചെയ്യണേ ആദില നൂറ. നോക്കുക, ഇവിടെ പറയുന്നുണ്ട്, ഈ റാഹി എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഇവളും ഇവളുടെ ഫ്രണ്ടായ അഷ്ഫാനക്കും ആദില നൂറയെ പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ്? അതായത് ഇവരെ കണ്ട് നമ്മുടെ തലമുറ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കോണ്ടന്റ് ഇടാനുള്ള കാരണം, നാളുകളിൽ നമ്മുടെ സഹോദര സഹോദരിമാർക്ക് മനസ്സിലാവണം, ആദില നൂറ ചെയ്യുന്നത് ലോക വിഡ്ഢിത്തരമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇവരുടെ കോണ്ടന്റ് ഇടുന്നത്. അപ്പോൾ ഏതായാലും എന്താണ് ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്, ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം ഇവർ പറയുന്നുണ്ട് അള്ളാഹു ഇല്ല എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ വൃത്തികേട് ഇവർ പറയുന്നുണ്ട്. എല്ലാം കൃത്യമായി ക്ലിയറായി ഇവർക്കുള്ള മറുപടി, നല്ല രീതിയിൽ ചുട്ട മറുപടി ഞാൻ കൊടുക്കാം. ആദ്യം ഇവരുടെ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ കമൻ്റ് ഇട്ടുള്ളൂ, അത് എന്ത് വീഡിയോ കണ്ടിട്ടാണ് കമൻ്റ് ഇട്ടത്, ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. അതിനുശേഷമാണ് ഇവരുടെ തെറ്റ് കുറ്റങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടെത്തിയേക്കാണ്. നമ്മുടെ സോറി ഗൈസ്, ഇല്ല മോടെ മുട്ടോടി പോയി. അപ്പോൾ SSLC +2 പഠിക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിലാണ് ഇതുപോലെയുള്ള വൃത്തികേടുള്ള വീഡിയോ എത്തിപ്പെടുന്നത്. അപ്പോൾ അവർ വിചാരിക്കും ചെറിയ ലൈറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്, ആരും ഒന്നും വിചാരിക്കേണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ക്ലിയറായി കൃത്യമായി നമുക്ക് ചുട്ട മറുപടിയൊക്കെ കൊടുക്കാനുണ്ട്. അതിപ്പോൾ തൊട്ടാൽ വെളിച്ചം പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരിടുന്ന ഈ വൃത്തികേട് കാണുന്നത് SSLCയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കും +2 പഠിക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിലാണ് എത്തിപ്പെടുന്നത്. അവർ എന്ത് ചെയ്യുന്നു, ഇതിനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തൊരു എൻജോയ്മെൻ്റാണ് ആദില നൂറ ചെയ്യുന്നത്. ഞങ്ങൾക്കും ഇവരെ പോലെ ജീവിക്കണ്ടേ, അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിട്ടാണ് റാഹി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇങ്ങനെ കമൻറ്റ് ചെയ്തത്. നമ്മളിതൊക്കെ വളരെ വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ പെണ്ണുമായി ജീവിക്കാൻ പോയാൽ എന്താവും അവസ്ഥ. അപ്പോൾ ഇവരുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവർക്ക് തന്നെ ഇത് വലിയൊരു ശല്യമെന്ന് ഇവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ഐ തിങ്ക് ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിച്ച ലൈഫാണ് നിങ്ങൾ ജീവിക്കുന്നത്. റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിച്ച ലൈഫാണ് ചോദിച്ചാൽ എങ്ങനെയാ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇഷ്ടമുള്ള ആളുടെ കൂടെ, അതാണ് ഉദ്ദേശിച്ചത്. നോക്കൂ, ഇവിടെ ഒരു കമൻറ്റ് വരികയാണ്, നിങ്ങളെ ലൈഫ് ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ലൈഫാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലൊരെണ്ണം പറയുകയാണ്, ചമ്മി പോവുകയാണ് ആ ഒരു കമൻറ്റ് കണ്ട്, ഞങ്ങളുടെ ലൈഫ് അത്ര മികച്ച ലൈഫ് അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ നിലവിൽ കാണുന്നൊരു കാഴ്ച, ആദില നൂറ എന്ത് ചെയ്തെങ്കിലും തെറി വിളിക്കുന്നത് ആദില നൂറയുടെ അച്ഛനമ്മമാർക്കാണ്, ഉമ്മക്കും ഉപ്പക്കുമാണ്. അപ്പോൾ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം.
അതിനുശേഷമാണ് ഇവർ അള്ളാഹുവില്ല, ദൈവമില്ല എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇവർക്കുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, റിലേഷൻ ഞങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പിന്നെയും പിടിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ വാപ്പന്മാർ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ അവളുടെ അനീത്തിമാരും വാപ്പയും മർദ്ദിക്കുകയുണ്ടായി. ഉമ്മയാണെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ വാപ്പ പറയുകയും ചെയ്തു, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ, ഈ ഒരു റിലേഷനാണ് പോകുന്നതെങ്കിൽ എന്ന്. എന്നിട്ട് പിന്നെ എൻ്റെ വാപ്പ പറഞ്ഞു ഇമോഷൻ. നോക്കൂ, ഇവിടെ ഇവരുടെ ഉമ്മയും ഉപ്പയും അവർക്ക് കഴിയുന്ന എല്ലാ രീതിയിലും ഇവർ നശിച്ചു പോവാതിരിക്കാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനം കോടതി ഇടപെട്ടത് കൊണ്ടാണ് ഇവർക്ക് ഇവരുടെ ലൈഫായി മുന്നോട്ട് പോകാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ദൈവമില്ല എന്നൊക്കെ ഇവർ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടി കേട്ട് നോക്കാം നമുക്കൊക്കെ. അള്ളാഹുവിനെ പേടിച്ച് നിങ്ങൾ നല്ലത് ചെയ്യുക, അല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആ ഒരു സംഭവത്തിനോട് എനിക്കൊരു എതിർപ്പുണ്ട്. അള്ളാഹുവിനെ പേടിച്ചെന്ന് പറയുന്നതിനോട് എനിക്കൊരിതുണ്ട്. വി ഹാവ് ടു റെസ്പെക്ട്. സ്നേഹം വേണം. മതം എന്ന് പറയുന്നത് സമാധാന സ്നേഹമൊക്കെ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? പേടിച്ചിട്ടാണോ? നോക്കൂ, ഇവിടെ പറയുകയാണ്, ഇവിടെ കളിയാക്കുകയാണ്. അതായത് അള്ളാഹുവിനെ എന്തിനാണ് പേടിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. വിവരമുണ്ടോ ഇവർക്ക്? അതായത് മതം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഇവരൊരു ഭീഷണിയാണ്. എന്താണല്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞങ്ങൾ സത്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളെ റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ മുസ്ലിംസ് ആണ്. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ എന്താണ് ഈ മുസ്ലിംസിനോട് ആൾക്കാരോട് ചെയ്തതെന്ന്. ഞങ്ങളും ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള ആൾക്കാരാണ്. സോ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ എന്താ ഇവരോടൊക്കെ ചെയ്തതെന്ന്. പേഴ്സണലി അവരെ ആരോ വന്ന് കൊന്നൂട്ടൊക്കെയാണ് ഇവര് വന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. നെഗറ്റീവ് സെൻസിൽ ഞങ്ങൾ അത് മൈൻഡ് ആക്കാണ്ട് വിടലാണ്. ആൾക്കാരെല്ലാത്തിനും പറയും, എല്ലാത്തിനും. അതിപ്പോ എന്ത് നല്ലതാവട്ടെ ചീത്തതാവട്ടെ എല്ലാത്തിനും നെഗറ്റീവ് കണ്ടുപിടിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഇതിലേക്ക് വെക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനോട് യാതൊരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നോക്കൂ, ഇവർ പറയുകയാണ് മുസ്ലിം സമൂഹം ഇവരെ തള്ളിപ്പറയുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്തിട്ടാണ്? അതായത് നിങ്ങളെ ഞങ്ങൾ താലോലിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെച്ചു, അള്ളാഹുവിനെ പേടിക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾക്ക് ഞങ്ങൾ നെഗറ്റീവ് കമൻ്റ് അല്ലാതെ പിന്നെ എന്ത് കമൻ്റാണ് ഇടേണ്ടത്? നിങ്ങൾ തന്നെ ഇതിനൊരു ക്ലിയറൻസ് നിങ്ങൾ തന്നെ തരണം. ഓക്കെ, അപ്പോൾ ഏതായാലും ആദില നൂറക്കുള്ള ചെറിയൊരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, ബൈ.